കണ്ടിന്യൂ വർക്ക് എടുക്കുക. മാക്സിമം ഒരു 10 ഡേയ്സിനകത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടുന്ന് അങ്ങേയറ്റം വരയ്ക്കും. അത് ഇതിന്റെ ഇടയിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ഓരോരുത്തരും ഇതിന്റെ ഇടയിൽ കൂടെ വണ്ടികൾ കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് വേണ്ടി JCB നിർത്തി വെക്കേണ്ടി വരുന്നു. വർക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നുണ്ട്. നാട്ടുകാർ, രണ്ട് അസോസിയേഷൻകാരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. പക്ഷേ പുറത്തുനിന്ന് ഹൈവേയിൽ നിന്ന് തിരുവല്ലത്തോട്ട് കയറേണ്ട റോഡിലോട്ട് പലരും അങ്ങനെ കയറി വരുന്നത് അവർക്ക് കൂടി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെയെങ്കിലും നമ്മൾ നീക്കിയിട്ട് പോവുക. ആ ഒരു വർക്കിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ട്. അല്ലാതെ ആ ഒരു ഡിസ്റ്റർബൻസ് ആണ് നടക്കുന്നത്. ഒരാഴ്ച ക്ഷമിക്കേണ്ടി വരും. എങ്കിലും ഞങ്ങൾ ഇതിനെ ഡിവേഷൻ കൊടുക്കുന്നുണ്ട്. ഓരോരോ ഭാഗങ്ങളായിട്ട് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ പാർട്ടികളെ ആ വഴി തിരിച്ചുവിടാനും അടുത്ത പാർട്ടിയെ അങ്ങോട്ട് തിരിച്ചുവിട്ട് അങ്ങനെ ചെയ്യുകയാണ്. ആരെയും മൊത്തത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ല, പരമാവധി അവർക്ക് കൂടെ സൗകര്യപ്രദമായിട്ട് രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഓടയുടെ കാരണം കാലകാലങ്ങളായി ഇവിടെയുള്ള ആളുകളുടെ ആവശ്യമാണ്. കാരണം ഇവിടുത്തെ റോഡ് പണി, അതോടെ ഓടയുടെ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ളത്. അപ്പൊ ആദ്യം ഓടപ്പണിയാണല്ലോ നടക്കുന്നത്. അതെ, ഓടപ്പണി സ്ലാബ് വാർത്തിട്ട് കഴിഞ്ഞു. സ്ലാബ് എടുത്ത് അകത്ത് മേലെ വെച്ചതിന് ശേഷമേ അടുത്ത് അവിടെ നിന്നുള്ള കാര്യം നടക്കും. ഇപ്പോഴത്തെ തൽക്കാലം ഞങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ചു ദൂരം വരയ്ക്കും ചെയ്ത് കംപ്ലീറ്റ് ശേഷം അവിടെയുള്ള ആളുകളെ ഈ വഴി വിടുകയും അവിടെ നിന്ന് വരുന്ന അങ്ങനെ കടത്തി വിടാനുള്ളൂ. അതെ, ബ്ലോക്ക് ചെയ്ത് കൊണ്ടുപോയി വർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പെട്ടെന്ന് പണി തീർക്കാനുള്ള ബ്ലോക്ക് ചെയ്ത് എല്ലാവരെയും നാട്ടുകാരെയോ മറ്റുള്ളവരോ ബുദ്ധിമുട്ടിക്കേണ്ട പ്ലാനല്ല. നല്ല രീതിയിൽ അതിന്റെ രീതിയിൽ തന്നെ ചെയ്തു കൊണ്ടുപോകേണ്ടതാണ്. എന്തായാലും ഇനി വെള്ളം കെട്ടില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വർക്കോട് കൂടി. പക്ഷെ ഈ വെള്ളം പോയി ഇറങ്ങുന്ന ഓടകൾ അത് മുന്നോട്ട് പോകണം. കാരണം അതുവരെയുള്ള പണി നിങ്ങൾക്കുള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ടത് ബാക്കി വെള്ളങ്ങളെല്ലാം പോയി ചെന്ന് ഇറങ്ങുന്ന വേറെ റോഡയിലാണ്. അവിടെ നിന്ന് പോയാൽ മാത്രമേ ഇതിന്റെ വെള്ളക്കെട്ട് ഒഴിവാവുള്ളൂ. ഓക്കെ. അപ്പൊ ഇതാണ് ഇവിടെ കോൺട്രാക്ടർ സുനിൽകുമാർ പറയാനുള്ളത്. കാരണം ഈ പറഞ്ഞതുപോലെ ഒന്ന് നാട്ടുകാരും അതോടൊപ്പം തന്നെ ഇതുവഴി യാത്ര ചെയ്തവർ ഒന്ന് സഹകരിക്കേണ്ടതുണ്ട്. ബാരിക്കേഡുകൾ വച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പണി നടക്കുന്നു എന്നൊരു സൂചന നൽകിയാൽ അത് എടുത്തു മാറ്റി പോകുമ്പോൾ മറ്റു പല ബുദ്ധിമുട്ടുണ്ടാവും. റോഡ് പണി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമുക്കെന്തായാലും ഇവിടുത്തെ നാട്ടുകാരനെ കൂടി നമുക്കുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇവിടെ നമ്മൾ ഒരുപാട് നാളായി ഇപ്പോൾ ആവശ്യമാണ്. കാരണം ഇവിടുത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ വർഷങ്ങളായി. പലപ്പോഴും പല കൗൺസിലർമാർ മാറി വന്നു. പലപ്പോഴും മലയാള ജനത ന്യൂസ് വഴി റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇപ്പോഴും അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു പണി എങ്ങനെയാണ് സഹകരണം അതോടൊപ്പം അസോസിയേഷൻ മറ്റൊക്കെ എങ്ങനെയാണ് സഹകരിക്കുന്നത്? അല്ല, ഈ പണിയുമായി ബന്ധപ്പെട്ട് ഈ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ റോഡ് ശോചനീയാവസ്ഥയാണ്. കാരണം ഇത് നമ്മള് ബൈപ്പാസിൽ പോകുന്നുള്ള ഒരു സബ് റോഡാണ്. ഇതുവഴി എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി പോകുന്നതാണ്. അപ്പൊ ഇവിടെ അടച്ച് പണി ചെയ്യുക എന്നുള്ളത് വളരെ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി അടച്ചിട്ടായാലും പണി നല്ല രീതിയിൽ ചെയ്യണം. ഈ പരിസരത്തുള്ള ആൾക്കാർ പരമാവധി നല്ല സഹകരണമാണ്. പക്ഷെ ഇതിന്റെ അകത്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇതിന് മുമ്പ് താഴെ ഓടയിൽ അവിടെ ടാർ ചെയ്തപ്പോ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾ ഈ നാട്ടുകാരെ പറഞ്ഞു വണ്ടികളെല്ലാം വെളിയിൽ വെക്കേണ്ടത് വെച്ച് എല്ലാം ചെയ്തു. പക്ഷേ ക്ഷമയില്ലാത്ത പല നാട്ടുകാരും വെച്ചിരിക്കുന്ന കമ്പനിയെ മാറ്റിയിട്ട് ആ ടാറിന്റെ പുറത്തോട്ട് അല്ലെങ്കിൽ ആ കോൺക്രീറ്റിന്റെ പുറത്തോട്ട് അങ്ങനെ ഒരിക്കൽ ഇവിടെ പരസ്യമായിട്ടൊരു വഴക്ക് ഞങ്ങൾ നാട്ടുകാർ ഇവിടെ ഉള്ള 2-3 ആൾക്കാർ. പക്ഷെ ആ ആൾക്കാരൊന്നും ഇവിടെ ഉള്ളവരല്ല. അവർ പെട്ടെന്ന് പോകാൻ വേണ്ടി അവർക്ക് ഈ റോഡ് തന്നെ പോകണം.